ഇന്ന് നമ്മൾ കൊല്ലം ജംഗ്ഷനിലാണുള്ളത്. കൊല്ലത്ത് നിന്ന് നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു പാസഞ്ചർ ട്രെയിനാണ്. കൊല്ലം നാഗർകോവിൽ പാസഞ്ചർ. ഞാൻ നാഗർകോവിൽ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഫസ്റ്റ് LHB പാസഞ്ചർ ട്രെയിനിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഈ വീഡിയോ വന്നിട്ട് അടുത്ത ദിവസം അതിൻ്റെ വീഡിയോ വരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കൊല്ലത്ത് നിന്നും രണ്ടി കിടക്കുന്ന നാഗർകോവിൽ പാസഞ്ചറാണ് പോകുന്നത്. ഈ പാസഞ്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് ഒരു 10-13 സ്ലീപ്പർ കോച്ചുള്ളൊരു പാസഞ്ചറാണ്. നമുക്ക് സ്ലീപ്പറിൽ യാത്ര ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഏകദേശം 100-130 കിലോമീറ്ററോളം യാത്രയുണ്ട് നാഗർകോവിലേക്ക്. നമുക്ക് വെറും 35 രൂപയേ ആയിട്ടുള്ളൂ. ഇവിടെ ജനറൽ വെച്ചാൽ സ്ലീപ്പറിന് പോകാൻ പറ്റും. ഇതിൻ്റെ സ്ലീപ്പർ കോച്ചാണ് ഇതിന് ജനറലായിട്ട് നാഗർകോവിൽ വരെ. അപ്പോൾ നമുക്ക് സ്ലീപ്പറിൽ ഒരു 35 രൂപയ്ക്ക് ഒരു അടിപൊളി ഒരു യാത്രയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന ഈ വണ്ടി ശരിക്കും കോയമ്പത്തൂർ നിന്ന് നാഗർകോവിലേക്ക് ഒരു ഓവർനൈറ്റ് സൂപ്പർ ഫാസ്റ്റ് വണ്ടിയുണ്ട്. ആ വണ്ടിയുടെ റേക്ക് രാവിലെ നാഗർകോവിൽ വന്നിട്ട് അവിടെ നിന്നാണ് ഇത് നാഗർകോവിൽ കൊല്ലം പാസഞ്ചറായിട്ട് കൊല്ലത്തേക്ക് വരുന്നത്. എന്നിട്ട് ഇത് തിരിച്ച് വീണ്ടും നാഗർകോവിൽ പോവും. അപ്പോൾ നമ്മൾ ഈ നാഗർകോവിൽ പോയിട്ട് ഇത് രാത്രിയിൽ നാഗർകോവിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സൂപ്പർ ഫാസ്റ്റായിട്ട് പോകും. ആ നാഗർകോവിൽ കോയമ്പത്തൂർ സൂപ്പർ ഫാസ്റ്റിൻ്റെ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നാഗർകോവിൽ കൊല്ലത്തേക്ക് വരുന്ന പാസഞ്ചർ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന കൊല്ലം നാഗർകോവിൽ പാസഞ്ചറിൻ്റെ ലോക്കോ ഈറോഡ് ഷെഡിൻ്റെ ഒരു WP4 ലോക്കോ ആണ്. 22550 എന്ന നമ്പറൊക്കെ ഉള്ളൊരു ലോക്കോ ആണ്. അപ്പോൾ ഇതാണ് നാഗർകോവിൽ വരെ ഈ ഒരു വണ്ടിയിൽ നയിക്കുന്നത്. നമ്മളിവിടുന്ന് 3:35 വിട്ടിട്ട് രാത്രി 7:30ക്കാണ് ഈ വണ്ടി എത്തുന്നത് നാഗർകോവിൽ. ഏകദേശം 4 മണിക്കൂർ എടുക്കും ഈ കൊല്ലത്തുനിന്ന് നാഗർകോവിൽ വരെ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ വണ്ടിയിൽ AC ഉണ്ട്, സ്ലീപ്പറുണ്ട്. ഞാൻ പറഞ്ഞില്ല 10-13 സ്ലീപ്പർ കോച്ചുള്ളൊരു വണ്ടിയാണ്. ഇതവിടെ നാഗർകോവിൽ ഫുൾ ഡേ കിടക്കുന്നതുകൊണ്ട് ആ റേക്ക് എടുത്തിട്ട് അവർ കൊല്ലത്തേക്ക് ഓടിക്കുന്നതാണ്. നമ്മൾ ഈ നാഗർകോവിൽ കൊല്ലം പാസഞ്ചറിന് ഒരെണ്ണം വന്നിട്ടുണ്ട്. അതെപ്പോഴാണെന്നറിയോ? അത് നമ്മളന്ന് കേരള ഓൺ റീൽസ് ചെയ്തപ്പോൾ നമ്മൾ പാറശാലയിൽ നിന്ന് ഇങ്ങോട്ട്, അതായത് കൊല്ലം ഭാഗത്തേക്ക് വന്നത് ഈ വണ്ടിയിലാണ്. അപ്പോൾ ഇത് രാവിലെ ഇവിടുന്ന് ഒരു ഓഫീസുകാർക്ക് പറ്റിയൊരു കിടിലം വണ്ടിയാണ്. ഈ നാഗർകോവിൽ സൈഡിൽ നിന്ന് ട്രിവാൻഡ്രം ഭാഗത്തേക്കൊക്കെ ഈ ഓഫീസ് ജോലിക്കാർക്ക് വരാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ പാസഞ്ചർ. ഞാൻ പറഞ്ഞില്ല ഈ വണ്ടിക്ക് 13 സ്ലീപ്പർ കോച്ചുണ്ട്. അത്ര സ്ലീപ്പർ കോച്ചുണ്ട്. 13 സ്ലീപ്പർ കോച്ച് കഴിഞ്ഞാൽ പിന്നെ AC ജനറൽ. അപ്പോൾ ഞാൻ S12-ലോ S13-ലോ പോയി കയറാം. നമുക്ക് റിസർവേഷൻ ഒന്നും വേണ്ട, ജനറൽ ടിക്കറ്റ് മാത്രം മതി കേട്ടോ. എന്തായാലും ഭയങ്കര ലോട്ടറിയാണ്. 35 രൂപയ്ക്ക് 100-130 കിലോമീറ്ററോളം വരുന്ന ഒരു അടിപൊളി ഒരു സ്ലീപ്പർ യാത്ര കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടി S13 കോച്ചിൽ കയറാം. 2005 ഒരു ICF കോച്ചാണ്. ഫുൾ ICF വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകിൽ B1, B2, B3, A1 അങ്ങനെ എന്തോ ആണ്. 1, 2, 3, 4 AC കോച്ച്, പിന്നെ 3 ജനറലും. അപ്പോൾ കോച്ചൊക്കെ തുറന്ന് കറണ്ടൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ആരും കയറിയിട്ടൊന്നുമില്ല. ഈ വണ്ടിക്ക് ട്രിവാൻഡ്രത്തു നിന്നൊക്കെയാണ് ആൾക്കാർ കയറുന്നത്. ട്രിവാൻഡ്രം വരെ ഏകദേശം കാലിയായിരിക്കും. കാരണം ട്രിവാൻഡ്രം എത്ര സമയം ഓഫീസ് ടൈം കഴിയുന്ന സമയമാണ്. കൊല്ലത്ത് വരുമ്പോൾ നമ്മുടെ സുഹൃത്ത് ഗോഡ്വിനെ കാണാതെ പോകത്തില്ല. ഗോഡ്വിനോട് ഉണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. വൈദ്യുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എത്ര വയസ്സായി? വയസ്സ് പറയാൻ പാടില്ല. ഇത് വണ്ടി കിടില കേട്ടോ. നല്ല വണ്ടിയാ. നല്ല വണ്ടി. 13 സ്ലീപ്പർ കോച്ച്. സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് വേണമെങ്കിൽ പോവാം. പക്ഷെ ആരിലൊക്കെ വന്ന എണീറ്റ് കൊടുക്കാൻ തിരുവനന്തപുരത്ത് മാത്രം എണീറ്റ് കൊടുത്താൽ മതി. തിരുവനന്തപുരത്ത് വണ്ടി ഫുള്ളാവും. കാരണം ഓഫീസ് ടൈമിലല്ലോ. ഇത് നല്ലൊരു കിടിലം വണ്ടി. രാവിലെ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്നവർക്ക് അറിയാൻ പറ്റും. നാഗർകോവിൽ രാവിലെ എടുത്തിട്ട് ഈ ഓഫീസ് ടൈമിൻ്റെ ട്രിവാൻഡ്രം ഏരിയയൊക്കെ പാസ് ചെയ്ത് കൊല്ലം വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇത് പകല് കൊല്ലത്ത് കിടക്കും. എന്നിട്ട് വൈകിട്ട് 3:30 ആകുമ്പോൾ ഇവിടെ തിരിച്ച് പോകും. നമ്മളീ പോകുന്ന പാസഞ്ചറിൻ്റെ നമ്പർ 56101 എന്നാണ് കേട്ടോ. ഇത് 135 കിലോമീറ്ററാണ് കൊല്ലത്ത് നാഗർകോവിൽ വരെ. 35 രൂപയുള്ള അറിയാമോ? എന്ത് ചീപ്പല്ലേ അത്. സ്ലീപ്പർ ടിക്കറ്റ് അല്ല, ഇതിൻ്റെ സ്ലീപ്പറാണ്. ഇതിൻ്റെ ജനറൽ നാഗർകോവിൽ വരെ. ഇത് അങ്ങനത്തെ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ കൊല്ലം നാഗർകോവിൽ പാസഞ്ചർ അങ്ങനെ കറക്റ്റ് 3:35 തന്നെ കൊല്ലം ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഗോഡ്വി നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളി തിരിച്ച് വീട്ടിൽ പോവാണ്. ബൈ. കൊല്ലം സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ള് പണിക്കാരാണ്. അപ്പോൾ കൊല്ലം സ്റ്റേഷൻ്റെ ബിൽഡിങ്ങൊക്കെ കുറച്ചാൾ കഴിയുമ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങുന്ന കാണാം നമുക്ക്. ഒരു പുതുപുത്തൻ WP4 നടക്കുന്നുണ്ട്. പുതുപുത്തനല്ലേ, ഇത് ഈയിടെ പെയിൻ്റ് അടിച്ച് കണ്ട് ഇറക്കിയ കേട്ടോ. റീപെയിൻറ്റ് ചെയ്ത. നിങ്ങളാ കാണുന്നത് കൊല്ലത്തെ റെയിൽവേ പോലീസിൻ്റെ ബിൽഡിംഗ് ആട്ടോ. കൊല്ലം മാർത്തീർ സ്റ്റേഷനാണ് കാണുന്നത്. നോക്കി, ഇത് അടിപൊളി ബിൽഡിംഗ് ആണെന്നുണ്ടോ.
അങ്ങ് ആ കിടക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ആലപ്പുഴ വഴി ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന 22633 നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വരാൻ വേണ്ടി അതവിടെ പിടിച്ചിട്ടേക്കുകയാണ് കൊല്ലം സ്റ്റേഷൻ്റെ ഹോം സിഗ്നൽ. അപ്പോൾ നമ്മൾ ഫുള്ളി ക്രോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ സിഗ്നൽ വീഴും, അത് നേരെ കൊല്ലം സ്റ്റേഷനിൽ കയറും. കണ്ട പാസഞ്ചറിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ മയ്യനാട്. ഈ വണ്ടിക്ക് കൊല്ലം ട്രിവാൻഡ്രം സെക്ഷനിൽ എല്ലായിടത്തും ഒന്നും സ്റ്റോപ്പില്ല കേട്ടോ. ചില സ്റ്റേഷൻ ഞാൻ കാണിച്ചു തരാം. സാധാരണ പാസഞ്ചർ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, പക്ഷേ ഇതെല്ലായിടത്തും ഇല്ല. ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പായ പരവൂർ എത്തി നമ്മൾ. ഇതിന് കാപ്പിൽ സ്റ്റേഷനിലും ഇടവ സ്റ്റേഷനിലും രണ്ടിടത്തും ഇതിന് സ്റ്റോപ്പില്ല കേട്ടോ. സാധാരണ പാസഞ്ചറൊക്കെ അവിടെ നിർത്തുന്ന മറ്റേ മധുരൈ പുനലൂർ എക്സ്പ്രസ്സിന് വരെ അവിടെ സ്റ്റോപ്പുണ്ട്, പക്ഷേ ഇതിന് സ്റ്റോപ്പില്ല. നമ്മുടെ പാസഞ്ചർ ഒരു 9 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പുറത്ത് ഒരു ഗുഡ്സ് ലോക്കോ WG9 വരുന്നത് നമ്മുടെ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ആട്ടോ. അതിനെന്തൊരു ഗുഡ്സ് ലോക്കോ ആണ്, WG9 ലാലാഗുഡ. അത് കണ്ടാ പാസഞ്ചർ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നിർത്തി വേഗം എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ട് കടയ്ക്കാവൂരെത്തി വിട്ടു ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് എടുക്കത്തില്ല, അതേപോലെ തന്നെ കേട്ടോ വേഗം എടുക്കുന്നുണ്ട് വണ്ടി.
കടക്കാവൂർന്നൊരു 2 വളവ് തിരിഞ്ഞാൽ നമ്മൾ കണ്ട് ചിറയൻകീഴെത്തും. ഞാൻ പറഞ്ഞില്ല ഇതൊരു പാസഞ്ചർ ആണെങ്കിലും പക്ഷേ ഇതിനെല്ലായിടത്തും ഒന്നും സ്റ്റോപ്പില്ല. നമ്മളിപ്പോൾ ചിറയൻകീഴ് വിട്ടേ പിന്നെ ഇതിന് പെരുങ്ങുഴി, മുറുക്കുമ്പുഴ, കണിയാപുരം ഈ 3 സ്റ്റേഷനിലും ഇതിന് സ്റ്റോപ്പില്ല കേട്ടോ. പിന്നെ ഇതിന് സ്റ്റോപ്പുള്ള കഴക്കൂട്ടത്താണ്. അപ്പോൾ ഇത് എല്ലായിടത്തും നിർത്തി നിർത്തി പോകാത്ത ടൈപ്പ് ഒരു പാസഞ്ചർ ട്രെയിൻ കൂടാണ്. ഈ കഴക്കൂട്ടം പ്ലാറ്റ്ഫോം 3ൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും വണ്ടിയുടെ റേക്ക് കാണും. ഇന്നിപ്പോൾ കിടക്കുന്നത് മറ്റേ മാവേലി എക്സ്പ്രസിൻ്റെ റേക്കാണ് കേട്ടോ. അതിവിടെ കൊണ്ടിട്ടേക്കുവാണ്. ചിലപ്പോൾ മലബാറിൻ്റെ ആയിരിക്കും, മാവേലിയുടെ ആയിരിക്കും, അമൃതയുടെ റേക്കും കണ്ടിട്ടുണ്ട് ഇവിടെ. സമയം ഇപ്പോൾ 4:58 കേട്ടോ. നമ്മൾ കണ്ട് കൊച്ചുവേളി അഥവാ തിരുവനന്തപുരം നോർത്തിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിന് തിരുവനന്തപുരം പേട്ടയിൽ സ്റ്റോപ്പില്ല കേട്ടോ. ഇവിടെ കൊച്ചുവേളി പിന്നെ അടുത്ത സ്റ്റോപ്പ് ട്രിവാൻഡ്രം സെൻട്രലാണ്. പേട്ടയിൽ സ്റ്റോപ്പില്ല ഈ വണ്ടിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാസഞ്ചർ ട്രെയിനൊക്കെ ഏതാണ്ട് പേട്ട സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് പോകുന്ന കാണുന്നത് കേട്ടോ. സാധാരണ പേട്ട സ്റ്റേഷനിൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകൾ നിർത്താറുണ്ട്, പാസഞ്ചർ ട്രെയിൻസ് എല്ലാം നിർത്താറുണ്ട്. പക്ഷേ ഈ പാസഞ്ചറിന് ഇവിടെ സ്റ്റോപ്പില്ല കേട്ടോ. പേട്ടയിൽ സ്റ്റോപ്പില്ല, നേരെ ട്രിവാൻഡ്രം സെൻട്രലാണ് സ്റ്റോപ്പുള്ളത്. ഇതങ്ങനെ എങ്ങും പിടിച്ചിടുന്നില്ല കേട്ടോ. സാധാരണ സെൻട്രൽ എത്തുന്നതിന് മുമ്പ് അവിടെയൊക്കെ പിടിച്ചിടുന്നു, പക്ഷേ ഇതൊന്നുമില്ല. ഇത് നേരെ കയറ്റി പോകണ്ടോ. നിങ്ങൾ കഴിഞ്ഞ ദിവസം മറ്റേ BTP തീ പിടിച്ചെന്ന് പറഞ്ഞ് കണ്ടില്ലായിരുന്നോ? അത് കണ്ട് ഈ ഭാഗത്ത് വെച്ചിട്ടാട്ടോ ഇവിടെ വെച്ചിട്ട് ആ ട്രെയിൻ ഇവിടെ എങ്ങാണ്ട് പിടിച്ചിട്ടേക്കണം. അപ്പം ഏതോ കാക്ക അതിൻ്റെ മുകളിൽ വീണെന്നൊക്കെയാണ് പറയുന്നത്. കാക്ക ലൈൻകമ്പിയുടെ മുകളിൽ വെച്ചെങ്ങാണ്ട് കത്തി വീണെന്നോ അങ്ങനത്തൊക്കെ പറയുന്നത്. ആൾക്കറിയില്ല എന്തുകൊണ്ട് വീണിട്ട് ആ പെട്രോൾ ടാങ്കറിൻ്റെ മുകളിലത്തെ ആ സ്റ്റെയിനയിൽ തീ പിടിച്ചതാണ്, പെട്രോളിൻ്റെ സ്റ്റെയിനയിൽ. അങ്ങനെയാണ് എന്തോ ഭാഗ്യത്തിന് വലിയ അപകടമൊന്നും ഉണ്ടായില്ല. ഒന്ന് ആലോചിച്ചൊക്കെ എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ. 5:10 നമ്മുടെ പാസഞ്ചർ ട്രിവാൻഡ്രം സെൻട്രലിൽ കയറേണ്ടത്. ഇപ്പം 5:12. നമ്മളിവിടെ പ്ലാറ്റ്ഫോം 2ലാണ് കയറ്റുന്നത്. പ്ലാറ്റ്ഫോം 5 ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്. പ്ലാറ്റ്ഫോം 4 നമ്മുടെ ഇൻ്റർസിറ്റി കിടക്കുന്നുണ്ട്, ഗുരുവായൂർ ഇൻ്റർസിറ്റി LHP ആയ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അത് കാണാത്തവർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. വണ്ടിയിലിപ്പോൾ നല്ല തിരക്കാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരം സൗത്ത് അഥവാ നേമം സ്റ്റേഷനിലേക്ക് തന്നെ ഇങ്ങനെ പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാൻ പറ്റുന്നതാണ്. അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ മറ്റേ കന്യാകുമാരി പുനലൂർ പാസഞ്ചർ കിടപ്പുണ്ട് കേട്ടോ. ഇറങ്ങിപ്പോയ സീറ്റ് അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇരിക്കുന്നത്. വണ്ടിക്കാരൻ നല്ല തിരക്കാണ്. എനിക്ക് നേരത്തെ സീറ്റ് കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. ട്രിവാൻഡ്രമൊക്കെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കാണ്. മിക്കവാറും നെയ്യാറ്റിങ്കര പാറശാല വരെയൊക്കെ തിരക്കുണ്ടാവും. ഈ വണ്ടിക്ക് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെ എല്ലായിടത്തൊന്നും സ്റ്റോപ്പില്ലായിരുന്നു. പക്ഷേ ട്രിവാൻഡ്രത്തുനിന്ന് നാഗർകോവിൽ വരെ എല്ലായിടത്തും സ്റ്റോപ്പുണ്ട് കേട്ടോ. എല്ലായിടത്തും നിർത്തി പോകത്തുള്ളൂ. നമ്മളിപ്പോൾ ബാലരാമപുരമൊക്കെ ഏകദേശം എത്താറായിട്ടുണ്ട്.
നമ്മൾ കണ്ട ബാലരാമപുരം സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇനി ബാലരാമപുരം കഴിഞ്ഞാലാണ് മറ്റേ നെയ്യാറ്റിങ്കര എത്തുന്നത്. നെയ്യാറ്റിങ്കര, അത് കഴിഞ്ഞ് പാറശാല, അത് കഴിഞ്ഞ് പിന്നെ ഇറനിയൽ, നാഗർകോവിൽ, അങ്ങനെയാണ് ഈ റൂട്ട് പോകുന്നത്. സിംഗിൾ ലൈനാണ്. അപ്പോൾ ഈ ബാലരാമപുരം സ്റ്റേഷനിൽ ഒറ്റ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. ഡബിൾ ലൈൻ ആകുമ്പോൾ 2 പ്ലാറ്റ്ഫോം വരും. നമ്മുടെ പാസഞ്ചർ ഇപ്പോൾ അമരവിള എന്നൊരു സ്ഥലമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഡബിളിങ്ങിൻ്റെ വർക്കൊക്കെ കാണാൻ പറ്റും. ഇടയ്ക്ക് റൈറ്റ് സൈഡിലായിരിക്കും വർക്ക്, ഇടയ്ക്ക് ലെഫ്റ്റ് സൈഡിലായിരിക്കും. അങ്ങനെ 2 സൈഡിലും മാറി മാറിയാണ് വർക്ക് നടക്കുന്നത്. തമിഴ്നാട് ഭാഗത്തൊക്കെ ഓൾമോസ്റ്റ് ട്രാക്കൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് കുറച്ചുകൂടെ പണി നടക്കാനുണ്ട്. കൊല്ലം നാഗർകോവിൽ പാസഞ്ചർ അങ്ങനെയുണ്ട്. കേരളത്തിലെ അവസാനത്തെ സ്റ്റോപ്പായ പാറശാല വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് തമിഴ്നാട്ടിൽ കയറും. പാറശാലയൊക്കെ ആയപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. ഇനിയിപ്പോൾ എല്ലാവരും ഇറങ്ങി തുടങ്ങും കേട്ടോ. ഈ റൂട്ടിൽ ഇപ്പോൾ സിംഗിൾ ലൈൻ ആയതുകൊണ്ടേ കുറേ സ്റ്റേഷനുണ്ട്. ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോം മാത്രമുള്ള സ്റ്റേഷൻ. അതിലൊരെണ്ണമാണ് നമ്മളിപ്പോൾ ഉള്ളത്, കുളിത്തുറൈ വെസ്റ്റ് കേട്ടോ. അപ്പോൾ ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോകുന്നതാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ കുളിത്തുറയിലുള്ള സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടെ നമുക്ക് ക്രോസിംഗ് ഉണ്ട്. നമ്മുടെ കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അത് വരും ഇപ്പോൾ കേട്ടോ. നമ്മുടെ ഇന്ത്യസ് ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിൻ. ഈ വൈകിട്ടത്തെ സമയത്ത് ഈ റൂട്ടിൽ കൂടെ കുറേ വണ്ടികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് തന്നെ 3-4 വണ്ടികളുണ്ടായിരുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകാൻ വേണ്ടി. നമ്മളിപ്പോൾ ഇറനിയിൽ നിന്നൊരു സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മുടെ രാജ്യറാണിയായിട്ട് പോകുന്ന നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചറാണ് ഇത്. അവിടെ നിന്ന് ആളെ കയറ്റി രാജ്യറാണിയായിട്ട് നിലമ്പൂർക്ക് പോകും കേട്ടാ. രാജ്യറാണിക്ക് ഇപ്പം ഒരു സ്ലീപ്പറും ഒരു എ സിയും കൂട്ടിയിട്ടുണ്ട്. അത് ആക്ച്വലി ഡിസംബർ അവസാനം മുതലാണ് ആ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ 2 കോച്ച് എക്സ്ട്രാ വെച്ചിട്ടാണ് ഇപ്പം രാജ്യറാണി ഓടുന്നത് പെർമനൻ്റ് ആയിട്ട്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൊല്ലം നാഗർകോവിൽ പാസഞ്ചർ. നിങ്ങൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ആദ്യത്തെ LHP പാസഞ്ചർ വണ്ടിയാണ്.
അപ്പോൾ ആ വണ്ടി എങ്ങനെയാണ് LHP ആയതെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം. നമ്മൾ ഈ റേക്ക് ഉണ്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞില്ലേ കോയമ്പത്തൂർ നാഗർകോവിൽ സൂപ്പർ ഫാസ്റ്റായിട്ട് വന്നിട്ട് കൊല്ലം പോകാമെന്ന്. ഈ റേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സേലം ഡിവിഷനാണ്. കോയമ്പത്തൂർ മെയിൻ്റനൻസ് ചെയ്യുന്നൊരു റേക്കാണിത്. ഇനിയിപ്പോൾ നാഗർകോവിൽ ചെന്നിട്ട് രാത്രി 10 മണി അടുപ്പിച്ച് എന്താണ് ഇത് കോയമ്പത്തൂർ വന്നു സൂപ്പർ ഫാസ്റ്റായിട്ട്. എന്നിട്ട് അവിടെ വെച്ച് മെയിൻ്റനൻസ് ചെയ്തിട്ട് അടുത്ത ദിവസം പിന്നെ ഇതേപോലെ നാഗർകോവിൽ വരും. അങ്ങനെയാണ് ഈ പരിപാടി. നമ്മുടെ പാസഞ്ചറിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് നാഗർകോവിൽ ടൗൺ തന്നെ നമ്മൾ എത്തുക കേട്ടോ. നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു 40 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇനിയിപ്പം നാഗർകോവിൽ ജംഗ്ഷൻ എത്തുമ്പോൾ ഒരു 10-20 മിനിറ്റ് ലേറ്റേ കാണത്തുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ നാഗർകോവിൽ ജംഗ്ഷനിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7:36 കേട്ടോ. വണ്ടി ഒരു 10-15 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇവിടെ എത്തുന്നത് കേട്ടോ. ഇവിടെ അങ്ങനെ ആളും പേരും ഒന്നുമില്ല കേട്ടോ, ഒറ്റ മനുഷ്യനില്ല. ഇവിടെ നിന്ന് ഇനി വിടുന്ന വണ്ടികൾ മാത്രമല്ല ഉള്ളൂ, ഇതിലെ വഴി പോകുന്ന വണ്ടികളൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ രാത്രിയിലൊക്കെ വണ്ടികളുള്ളൂ. നമ്മൾ പ്ലാറ്റ്ഫോം 3-ലാണ് വന്ന് കയറുന്നത്. ഇനിയിപ്പോൾ ഈ വണ്ടി അവർ മൊത്തം ക്ലീൻ ചെയ്തിട്ടായിരിക്കും ഇനി കോയമ്പത്തൂർക്ക് രാത്രി പോകുന്നത് കേട്ടോ. ഈ കിടക്കുന്ന വണ്ടി ഉണ്ടോ, ഈ കിടക്കുന്ന വണ്ടിയും ഒരു നാഗർകോവിൽ കോയമ്പത്തൂർ വണ്ടിയാണ്. ഇത് നാഗർകോവിൽ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ് കേട്ടോ. ഇതൊരു ഡേ വണ്ടിയാണ്. നമ്മുടെ വേനാട് പോലത്തെ ഒരു ഫുൾ ഡേ ടൈമിൽ ഓടുന്നൊരു വണ്ടിയാണ്. കോയമ്പത്തൂർ നാഗർകോവിലേക്കും നാഗർകോവിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് 2 ഡയറക്ഷനിലേക്കും ഉണ്ട്. അപ്പോൾ കൊല്ലം നാഗർകോവിൽ പാസഞ്ചറിൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ LHP പാസഞ്ചർ വണ്ടിയാണ്. നമ്മുടെ നാഗർകോവിൽ തിരുവനന്തപുരം നോർത്ത് നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചർ, അതാണ് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ആദ്യത്തെ LHP പാസഞ്ചർ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതെങ്ങനെയാണ് LHP ആയതൊക്കെ അടുത്ത ദിവസം കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം കാണാം. ബൈ.